ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. എന്താണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്? എലിവേഷൻ എന്ന വാക്കിന്റെ അർത്ഥം ഇൻക്രീസ് എന്നാണ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് അതിന്റെ വേപ്പർ ആയി മാറുന്ന ടെമ്പറേച്ചറാണ്. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഒരു ബീക്കറിൽ പ്യുവർ വാട്ടർ അല്ലെങ്കിൽ പ്യുവർ സോൾവെന്റ് എടുക്കുന്നു. പ്യുവർ വാട്ടർ ആണെങ്കിൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും, ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ വാട്ടറിനകത്ത് നമ്മൾ അല്പം സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്ത് ഒരു സൊല്യൂഷൻ ആക്കുന്നു എങ്കിൽ ഈ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് 101.02 ഡിഗ്രി സെൽഷ്യസ് ആവും. എന്ന് പറഞ്ഞാൽ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, അത് സൊല്യൂഷൻ ആയപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്തു. ഈ ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിന്റിനെയാണ് നമ്മൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ എക്സാമ്പിളിലെ ബോയിലിംഗ് പോയിന്റിൽ ഉണ്ടായ ഇൻക്രീസ് എന്ന് പറയുന്നത് 101.02 മൈനസ് 100 എന്ന് പറയുന്നത് 1.02 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ഉണ്ടായ ഇൻക്രീസ്. നമ്മൾ സാധാരണ കാപ്പി ഇടുന്ന സമയത്ത് വെള്ളം തിളച്ച ശേഷം മാത്രമേ കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഇടാറുള്ളൂ. എന്തുകൊണ്ട് നമ്മൾ ആദ്യമേ കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഇട്ടിട്ട് തിളപ്പിക്കുന്നില്ല? പ്യുവർ വാട്ടർ ആണെങ്കിൽ അത് 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കും. അതേസമയം അതിനകത്ത് കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഇട്ട് കഴിയുമ്പോൾ അതൊരു സൊല്യൂഷനായി. അതിന്റെ ബോയിലിംഗ് പോയിന്റ് 100-നേക്കാൾ കൂടുതലായിരിക്കും എപ്പോഴും. അതുകൊണ്ട് തന്നെ അത് തിളയ്ക്കാൻ കൂടുതൽ സമയമെടുക്കും, കൂടുതൽ ഇന്ധനം കത്തിക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി ആണ് നമ്മൾ അത് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം തിളച്ച ശേഷം കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ജനറലായി നമുക്കിങ്ങനെ പറയാം. ഒരു സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് T0Bയും ഒരു സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് TBയും ആണെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു TB മൈനസ് T0B എന്ന് പറയാം. അപ്പോൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിന്റെ ഡെഫിനിഷൻ നമുക്ക് ഇപ്രകാരം പറയാം. The boiling point of a solution containing non-volatile solute is always greater than that of pure solvent. The difference between these two boiling points is called elevation in boiling point. ഒരു സൊല്യൂഷന്റെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റും അതിന്റെ വേപ്പർ പ്രഷറും തമ്മിൽ വരയ്ക്കുന്ന ഗ്രാഫ് നമുക്ക് ഇപ്രകാരമായിരിക്കും. ഇതില് സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും. കാരണം സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ സൊല്യൂഷന്റെ വേപ്പർ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും. ഈ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അത് നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണലാണ്. ബോയിലിംഗ് പോയിന്റിൽ ഉണ്ടാവുന്ന എലിവേഷൻ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മൊളാലിറ്റി കൂടുന്നതനുസരിച്ച് കൂടും എന്ന് പറയാം. അല്ലെങ്കിൽ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് is equal to delta TB is equal to a constant KB into molality. ഈ KB എന്ന കോൺസ്റ്റന്റിനെ നമ്മൾ മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയും. ഈ മൊളാലിറ്റിയുടെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ TB is equal to KB into മൊളാലിറ്റിക്ക് പകരം WB into 1000 by MB into WA എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. ഇതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമുക്കിനി ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഈ പ്രോബ്ലത്തിന്റെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ച ശേഷം ഈ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക.
ശരി, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ തന്നിരിക്കുന്ന ഡേറ്റകൾ നമുക്ക് ആദ്യം എഴുതാം. എ സൊല്യൂഷൻ ഓഫ് ഗ്ലിസറോൾ ഇൻ വാട്ടർ. അപ്പോൾ ഇവിടുത്തെ സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടറും സൊല്യൂട്ട് ഗ്ലിസറോളും ആണ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ സൊല്യൂട്ടിന്റെ മാസ് ആണ്, അല്ലെങ്കിൽ ഗ്ലിസറോളിന്റെ മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് WB. ഇനി മാസ് ഓഫ് സോൾവെന്റ് അല്ലെങ്കിൽ വാട്ടർ തന്നിട്ടുണ്ട് 500 ഗ്രാം. ഇതിൽ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ നമുക്കതിനെ TB എന്ന് പറയാം, ഈസ് ഈക്വൽ ടു 100.42 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ്, സോൾവെന്റ് വാട്ടർ ആയതുകൊണ്ട് അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇനി മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് KB ഈസ് ഈക്വൽ ടു 0.512 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന മോളിക്കുലാർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ആണ്. അതിനുവേണ്ടി മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. മോളിക്കുലാർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് MB. ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഗ്ലിസറോൾ ആണ്. അതിന്റെ ഫോർമുല C3H8O3 എന്നാണ്. അപ്പോൾ കാർബണിന്റെ അറ്റോമിക് മാസ് 12 × 3 പ്ലസ് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 × 8 പ്ലസ് ഓക്സിജന്റെ 16 × 3. So is equal to 36 plus 8 plus 48. എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 92 എന്ന് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB × WB × 1000 ഡിവൈഡഡ് ബൈ MB × WA എന്നാണ്. ഇതിൽ ഡെൽറ്റ TB എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിലില്ല, പക്ഷേ നമുക്ക് അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു TB മൈനസ് T0B ആണ്. ഓക്കെ, അപ്പോൾ TBയും T0Bയും നമുക്കറിയാം. TB എന്ന് പറയുന്ന 100.42, T0B എന്ന് പറയുന്ന 100 അപ്പോൾ CC ഈക്വൽ ടു 0.42 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.42 ഈസ് ഈക്വൽ ടു KB 0.512 ഇൻറ്റു WB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു 1000 ഹോൾ ഡിവൈഡഡ് ബൈ MB 92 ഇൻറ്റു WA 500. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ WB ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പോസ് ചെയ്ത് വെച്ച ശേഷം ഈ ഡേറ്റ എഴുതിയെടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
when 1.5 gram of a non-electrolyte was dissolved in 19 gram benzene. Okay. അപ്പോൾ അവിടെ weight of solute തന്നിട്ടുണ്ട് 1.5 gram. Was dissolved in 90 gram benzene. Benzene ആണ് നമ്മുടെ solvent. അപ്പോൾ അതിന്റെ weight 90 gram. Raise the boiling point by 0.4 Kelvin. അപ്പോൾ elevation in boiling point ആണ് തന്നിരിക്കുന്നത്. That is 0.4. ഇനി KB തന്നിട്ടുണ്ട് 2.53. എങ്കിൽ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് MB അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Then ഇവിടെ മോളിക്കുലർ മാസ് ഓഫ് സോൾവെന്റ് നമുക്കിവിടെ ഇപ്പോൾ എല്ലാ ഡേറ്റയും ഉണ്ട്. വാല്യൂസ് നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡെൽറ്റ TB 0.4 ഈസ് ഈക്വൽ ടു KB 2.53 into WB 1.5 into 1000 divided by molecular weight of solute അതാണ് കണ്ടുപിടിക്കേണ്ട into WA 90. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ മോളിക്കുലർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് MB അതിൻ്റെ വാല്യൂ കിട്ടും.